സുമനസ്സുകൾക്ക് മുന്നിൽ ചികിത്സാ സഹായം അഭ്യർത്ഥിച്ച് ക്യാൻസർ രോഗിയും കുടുംബവും. കൊല്ലം തുരുത്തിക്കര കുന്നത്തൂർ തോട്ടത്തുമുറി ശശി മന്ദിരത്തിൽ സജീവും കുടുംബവുമാണ് ചികിത്സയ്ക്ക് ആവശ്യമായ തുകയ്ക്കായി സഹായം തേടുന്നത്. സജീവിന് പാൻക്രിയാസിൽ 3 മുഴകളുണ്ട്. ഇത് സർജറിയിലൂടെ നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇതോടൊപ്പം പിത്താശയ തടസ്സം കൂടിയുള്ളതിനാൽ അസഹനീയമായ ചൊറിച്ചിലുമുണ്ട്. കട്ടച്ചൂള തൊഴിലാളിയായിരുന്ന സജീവ് 2010 രോഗബാധിതനായത്. ഇതുവരെ ചികിത്സയ്ക്കായി നിരവധി ആശുപത്രികളിൽ പോവുകയും ഒരുപാട് രൂപ ചിലവാക്കുകയും ചെയ്തു. ഹസ്ബൻഡ് പേര് സജീവ്. പാൻക്രിയാസിൽ മുഴയാണ്. അത് 3 മുഴയുണ്ട്. ഞങ്ങൾ 2013 ആദ്യം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവർ ഒരു സർജറി ചെയ്ത് അതിൽ പിന്നെ അന്ന് അവർ പറഞ്ഞത് ഇത് ബാക്കിയുള്ളത് എടുക്കാൻ പറ്റത്തില്ല, റിസ്ക്കാണ്, പിന്നെ അത് ഒരുപാട് എമൗണ്ടൊക്കെ വേണം, മറ്റുള്ള ഇത് ചെയ്ത് കഴിഞ്ഞാലെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ഇങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വേദന വരുമ്പോൾ ഞങ്ങൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കുമായിരുന്നു. അത് കഴിയപ്പം ഒരു 2 വർഷത്തിന് മുമ്പ് വീണ്ടും പുള്ളിക്ക് അതിയായ വേദന വന്ന് അങ്ങനെ മഞ്ഞയായി, പിത്താശയം അങ്ങ് ബ്ലോക്കായി വീണ്ടും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ അവർ നമ്മൾ ആഴ്ചയിൽ 2 ദിവസം കൊണ്ടുപോകും. അവിടെ ഓരോ ദിവസവും ടെസ്റ്റുകളൊക്കെ ഒരുപാട് നടത്തി. അത് കഴിഞ്ഞ് RCCയിൽ കൊണ്ടുപോയി. അവിടെ അത് കഴിഞ്ഞ് വീണ്ടും അവർ മെഡിക്കൽ ഗ്യാസ് റോയിൽ വിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ദിവസവും ചെല്ലുമ്പോൾ അവർ ഒരാഴ്ച കഴിഞ്ഞ് വാന്ന് പറയും. അങ്ങനെ അവർ ഡോക്ടർ പറഞ്ഞത് പിന്നെ ഞങ്ങളെ ഒരാഴ്ച അവിടെ അഡ്മിറ്റ് ആക്കിയായിരുന്നു. സർജറിയിൽ അഡ്മിറ്റ് ആക്കിയിട്ട് സർജറി നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച അവിടെ കടന്നു കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ആഴ്ച ഡോക്ടർ വന്നിട്ട് പറഞ്ഞത് സർജറി ചെയ്യാൻ പറ്റത്തില്ല, റിസ്ക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങ് ഡിസ്ചാർജ് ആക്കി ഞങ്ങളിങ്ങ് വീട്ടിൽ പോന്നു. പിന്നെ പുള്ളിക്ക് ഭയങ്കര വേദനയും മഞ്ഞ കൂടി ഭയങ്കര ചൊറിച്ചിൽ അതിയായ ഭയങ്കര പ്രശ്നങ്ങളാണ്. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഹോസ്മോയിൽ ഡോക്ടറെ കാണിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ബ്ലോക്ക് മാറ്റി തരാം, അതിൽ മറ്റ് സർജറി ചെയ്യുന്നത് റിസ്ക് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ഹോസ്മോയിൽ നിന്ന് വീണ്ടും SCTയിലേക്ക് മാറ്റി. SCTയിൽ ഇപ്പോൾ സർജറി 27-ാം തീയതി അഡ്മിറ്റ് ആക്കി 29-ാം തീയതിയിലത്തേക്ക് സർജറി ഫിക്സ് ചെയ്തേക്കുക. 2010 പുള്ളിക്ക് ആദ്യമായിട്ട് വേദന വരുന്നത്. വേദന വന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കൊട്ടാരക്കര കൊണ്ടുപോയി. കൊട്ടാരക്കര ഒരു വർഷം അവർ കരൾ വീക്കമാണെന്ന് പറഞ്ഞാൽ ചികിത്സിച്ചത്. അത് കഴിഞ്ഞ് പുള്ളിക്ക് ഒരു ESI കാർഡ് ഉണ്ടായിരുന്നു കട്ടക്കമ്പനി പോകുന്നതിന്. അതിന് ഞങ്ങൾ ആദ്യം ചീരങ്കാവിൽ കൊണ്ടുപോയി. ചീരങ്കാവിൽ നിന്ന് അവർ റെഫർ ചെയ്തു ആശ്രമത്തേക്ക് വിട്ടു. ആശ്രമത്തിൽ വന്ന് ഞങ്ങൾ കുറേ ചികിത്സയൊക്കെ നടത്തി. അവിടെ ഇങ്ങനെ 2-3 മാസം ഇങ്ങനെ കിടക്കുകയൊക്കെ ചെയ്തു. അതിൽ കുറവില്ലാഞ്ഞിട്ട് പിന്നെ അവർ മെഡിക്കൽ കോളേജിൽ വിട്ടു. മെഡിക്കൽ കോളേജിലെ ചികിത്സയിൽ അന്ന് തൊട്ട് മെഡിക്കൽ കോളേജിലെ ചികിത്സയിൽ ഇരിക്കുക. സജീവിന്റെ അമ്മയുടെ പേരിലുള്ള വസ്തു പണയം വെച്ച് വരെ ചികിത്സ ചെയ്യേണ്ടതായും വന്നിട്ടുണ്ട് ഈ നിർധന കുടുംബത്തിന്. സജീവിന്റെ ഒറ്റ വരുമാനത്തിൽ നിത്യവൃത്തി നടത്തിക്കൊണ്ടിരുന്ന ഈ കുടുംബത്തിന് ഇദ്ദേഹം രോഗബാധിതനായതോടെ മറ്റു വരുമാന മാർഗങ്ങൾ ഇല്ലാതായി. കേബിൾ TV ജോലിക്കാരനായ മകന്റെ ഏക വരുമാനത്തിലാണ് ഇന്ന് ഈ കുടുംബം കഴിഞ്ഞുകൂടുന്നത്. എന്നാൽ സജീവിന് മരുന്നുകൾ വാങ്ങാൻ പോലും ഈ പണം തികയാതെ വരും. മിക്കപ്പോഴും വേദന സംഹാരികൾ കഴിച്ചാണ് സജീവ് ഉറങ്ങാറുള്ളത്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയക്കാരും ഇതുവരെ ഇദ്ദേഹത്തിന് ചികിത്സയ്ക്ക് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡ് മെമ്പറാണ്. എൻ്റെ പേര് അരുണാമണി എന്നാണ്. നിർധനരായ ഈ കുടുംബത്തെ സഹായിക്കുക, അതായത് സജീവ് ശശി മന്ദിരം തോട്ടത്തുമുറി എന്ന വ്യക്തി ഇപ്പോൾ 2010 മുതൽ അദ്ദേഹത്തിന് വയറുപെരുക്കവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അങ്ങനെ പല ഹോസ്പിറ്റലുകളിലും കാണിച്ച് പല ട്രീറ്റ്മെൻറ്റുകളും നടത്തി സാമ്പത്തികമായിട്ട് അവർ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ്. അദ്ദേഹം ഈ കട്ടച്ചൂളയിൽ പണിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ അസുഖമായത്. അസുഖത്തെ തുടർന്ന് അവർക്കുള്ള അമ്മയുടെ പേരിലുള്ള അമ്മ എന്ന് വെച്ചാൽ സജീവിൻ്റെ മാതാവിൻ്റെ പേരിലുള്ള വസ്തുവൊക്കെ പണയപ്പെടുത്തി അതേപോലെ വിവിധ ബാങ്കുകളിൽ നിന്നൊക്കെ ലോൺ എടുത്തും ഒക്കെ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതുകൂടാതെ തന്നെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയക്കാരും ഈ സജീവിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ തുക സ്വരൂപിച്ച് ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇപ്പോൾ 27-ാം തീയതി ഇവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് 2-3 മുഴ ഉണ്ട്. അത് അമൃത ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളിൽ പോയെങ്കിലും
ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റാണ്. 27-ാം തീയതി അഡ്മിറ്റായിട്ട് 29-ാം തീയതി അവിടെ അതിൻ്റെ സർജറി നടക്കുവാണ്. സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MLA പോയി കണ്ട് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാവുന്ന പരമാവധി തുക വാങ്ങിക്കൊടുക്കാമെന്ന് ബഹുമാനപ്പെട്ട MLA ശ്രീ കോവൂർ കുഞ്ഞുമോൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഒട്ടേറെ പൈസ ചിലവുണ്ട്. അപ്പോൾ ആ ചിലവിന് വേണ്ടിയിട്ട് നമ്മൾ നാട്ടുകാരും ഏറെ പ്രിയപ്പെട്ട നമ്മുടെ നല്ല സന്മനസ്സുള്ള ആളുകളുടെ എല്ലാം കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് തുടർ ചികിത്സയ്ക്കായാലും നമ്മുടെ സജീവിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെ ഒരു നല്ലൊരു സഹായ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റിലൂടെ വിജയിക്കാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരുടെയും നല്ലൊരു സഹായം ഉണ്ടാകണമെന്നാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. പഞ്ചായത്തും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ചികിത്സാ സഹായത്തിന് പണം നൽകി സഹായിച്ചിട്ടുണ്ട്. 29-ാം തീയതിയാണ് സജീവിന് SUT ആശുപത്രിയിൽ ശസ്ത്രക്രിയ തീരുമാനിച്ചിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ശൗചാലയവും വീടുമായതിനാൽ ശസ്ത്രക്രിയ കഴിഞ്ഞെത്തുന്ന സജീവിനെ അയൽവാസിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള എല്ലാവിധ സഹായങ്ങളും ലഭ്യമാക്കുമെന്ന് കോവൂർ കുഞ്ഞുമോൻ MLA വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കുമായി ഏകദേശം 4 ലക്ഷത്തോളം രൂപയുടെ ആവശ്യമുണ്ട്. എന്നാൽ നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ കുടുംബത്തിന് ഇത്രയും വലിയ തുക സംഘടിപ്പിക്കുക എന്നത് ഏറെ ദുസ്സഹമാണ്. ഇവിടെ ഏറെക്കുറെ കാലങ്ങളായി ട്രീറ്റ്മെൻറ്റിലിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ. ഇപ്പം മെഡിക്കൽ കോളേജിലും ഒക്കാത്ത ഒരു അവസ്ഥയിൽ വന്നിരിക്കുകയാണ് ഈ പേഷ്യൻ്റ്. ഈ പേഷ്യൻറ്റിനെ കഴിഞ്ഞ ദിവസം ഞാൻ കോസ്മോ ഹോസ്പിറ്റലിൽ അടിയന്തരമായി കൊണ്ടു ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ ഗ്യാസ്ട്രോളജി സർജൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അടിയന്തരമായി ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോസ്റ്റേറ്റീവിൽ 3 മുഴകളാണ്. ആ മുഴകൾ കട്ട് ചെയ്ത് നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഈ മഞ്ഞപ്പിത്തം മാറത്തുള്ളൂ. ഈ മഞ്ഞപ്പിത്തം വന്നിട്ട് ഈ ചൊറിച്ചിലാണ് ദേഹത്ത് മൊത്തവും, സഹിക്കാൻ വയ്യാത്ത ചൊറിച്ചിൽ. രാത്രി ഉറങ്ങാൻ നേരത്ത് പുള്ളി ഒരു ചീപ്പ് വെച്ചിരിക്കുകയാണ് ചൊറിയാൻ വേണ്ടിയിട്ട്. അവർക്ക് രാത്രി ഉറക്കമില്ല. പകലൊരു ശകലം സമയം കിട്ടുന്നത് മാത്രമേ ഉറക്കമുള്ളൂ. അത് തന്നെയുമല്ല, പകൽ പെയിൻ കില്ലർ എടുത്തുകൊണ്ടാണ് കിടക്കുന്നത്. അത് കിഡ്നിക്ക് ഒരുപാട് ദോഷം ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ്. ഇനിയും ഈ ഓപ്പറേഷൻ ഈ 29-ാം തീയതി ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇനിയും ഇവരുടെ കൈ യാതൊരു വിധമായ വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലാത്തൊരു നിലപാടാണ് അവർ ഉള്ളത്. പൈസ ഇല്ലാത്തൊരവസ്ഥയാണ് അവരുടെ കയ്യിലുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ വീട്ടിൽ കിടത്തുവാൻ ഉള്ള സാഹചര്യമില്ല. ഈ വീട്ടിലാണെങ്കിൽ നിങ്ങൾ കണ്ടാലറിയാം, ഇവിടെ ഒരു സാധാ ബാത്റൂമാണുള്ളത്. അത് വെറും ഇന്ത്യൻ ക്ലോസറ്റാണ്. അത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ബാത്റൂമാണ്. അവിടെ ഈ പേഷ്യൻറ്റിനെ കൊണ്ടുവന്നാൽ ടോയ്ലറ്റ് പോകാനോ അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ വീട്ടിലോട്ടാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ പേഷ്യൻറ്റിനെ കൊണ്ടുപോകുന്നത്. എൻ്റെ വീട്ടിലോട്ട് കിടത്തുവാനുള്ള സാഹചര്യമാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങളിവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം ബഹുമാനായ പഞ്ചായത്ത് മെമ്പർ അരുണാമണി ഇടപെട്ട് കുറച്ച് പൈസ പിരിച്ചു കൊടുത്തിട്ടാണ് അവർക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോകാനുള്ള പൈസ പിരിച്ച് ഞാൻ ഉൾപ്പെടെ ഇറങ്ങിയാണ് പിരിച്ചു കൊടുത്തത്. അങ്ങനെ മെമ്പർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും തന്നെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും സഹായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഇവരെ ഈ കുടുംബത്തിനെ രക്ഷപ്പെടുത്തുവാനായി ജാതിമത ഭേദമന്യേ എല്ലാവരും സഹായിക്കണമെന്നാണ്. അതിനകത്ത് രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ തന്നെ സഹായിക്കണമെന്നാണ് അപേക്ഷിക്കാനുള്ളത്. സജീവിന്റെ ചികിത്സയ്ക്കുള്ള സഹായം തേടുകയാണ് ഈ നിർധന കുടുംബം. ഒരു കുടുംബത്തിന്റെ അത്താണിയായ സജീവിന് ആവശ്യമുള്ള സഹായങ്ങൾ സന്നദ്ധ സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും നൽകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വൈറ്റ് സ്പോട്ട്, നിങ്ങൾ മനസ്സിൽ കാണുന്നത് ഞങ്ങൾ നിങ്ങളുടെ മുറികളിൽ കാണുന്നു. കോൺടാക്ട് 974 666 776 974 666 778. വൈറ്റ് സ്പോട്ട്, കൊല്ലം, പള്ളിമുക്ക്, കൊട്ടിയം. നമസ്കാരം. ലോക്ക്ഡൗൺ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുകയാണ്. സ്വയം നിയന്ത്രണം പാലിച്ചുകൊണ്ട് സുരക്ഷിതമായിട്ടാണ് നമ്മൾ പുറത്തിറങ്ങേണ്ടത്. ഡിമോസ് ഫർണിച്ചർ ഷോറൂമുകൾ ഓപ്പൺ ചെയ്തു, സർവീസുകൾ തുടർന്നു. ഓരോ പ്രൊഡക്റ്റും ഡെലിവർ ചെയ്യുമ്പോൾ അണുവിമുക്തമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഡെലിവർ ചെയ്യുന്നത്. ഷോറൂമിലേക്ക് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും മാസ്ക് ഉപയോഗിക്കുക, സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുക. കാരണം നിങ്ങളുടെ കുടുംബത്തെ പോലെ തന്നെ ഞങ്ങൾക്കും നിങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സന്തോഷകരമായിട്ടുള്ള പർച്ചേസിങ്ങും സന്തോഷകരമായിട്ടുള്ള ദിവസവും ആശംസിക്കുന്നു.
നിങ്ങൾ വീട്ടിലിരിക്കൂ, നിങ്ങൾക്കായി ഞങ്ങൾ ഓടിക്കോളാം. പച്ചക്കറി, പലചരക്ക്, മീറ്റ്, മത്സ്യം, ബേക്കറി ഐറ്റംസ്, നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ, നാടൻ കടകൾ ചേർത്തൊരു ഹൈപ്പർ മാർക്കറ്റ്, ഒരു വിരൽ തുമ്പകലെ. ഓടിക്കോ. ഇസാൻ ബേബീസ്, ഇനി നിങ്ങളിലെ കുട്ടിത്തമുണരട്ടെ. കൊല്ലത്തെ ബേബീസും അമ്മമാരും ഇനി വെരി ഹാപ്പി. തൂമ്പാട്ട് ഗ്രൂപ്പിന്റെ ബേബി ആൻഡ് ബേബീസ് ബേബി ഫാഷൻ സ്റ്റോർ, കൊല്ലം, പാലത്തറ.